സ്വിറ്റ്സർലൻഡിലെ ഇറാൻ അമേരിക്ക ആദ്യവട്ട ചർച്ച സമാപിച്ചു. കൂടിയാലോചനകൾക്ക് ശേഷം ഇന്ന് തന്നെ ചർച്ച പുനരാരംഭിച്ചേക്കാനും സാധ്യതയുണ്ട്. ഹോർമുസ് പ്രതിസന്ധി, ലബനാനിലെ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയവ ചർച്ചയായി. അതിനിടെ ഹോർമുസ് അടച്ചതിൽ ഇറാന് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഹോർമുസ് അടച്ചിട്ടാൽ ഇറാന് വേണ്ടി ചർച്ചയ്ക്കെത്തിയ നേതാക്കൾ മടങ്ങിപ്പോകില്ലെന്നാണ് ട്രംപിന്റെ ഭീഷണി. അമേരിക്കൻ ഭീഷണി ഒട്ടും ഗൗനിക്കില്ലെന്നായിരുന്നു ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ മറുപടി. MCA നാസർ വിവരങ്ങൾ നൽകും. നാസർ, സ്വിറ്റ്സർലൻഡിലെ ചർച്ച പുരോഗമിക്കുന്നു. ആദ്യവട്ട ചർച്ച ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. അതിൽ ഇസ്രായേലിന്റെ ലബനാനിലെ ആക്രമണം ചർച്ചയായിരുന്നു, ഹോർമുസിലെ പ്രതിസന്ധി ചർച്ചയായിരുന്നു. ഇപ്പോൾ നിലവിൽ ചർച്ച മുന്നോട്ട് വയ്ക്കുന്ന തീരുമാനങ്ങൾ എന്തെല്ലാമാണ്? പ്രകോപനപരമായിട്ടുള്ള ഭീഷണികൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. ആക്രമണം ലബനാനിൽ പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടില്ല. ഇതൊക്കെയാണെങ്കിൽ പോലും സ്വിറ്റ്സർലാൻഡിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ആദ്യവട്ട ചർച്ച പൂർത്തീകരിച്ചു എന്നതുപോലും ഏറ്റവും വലിയ സമാധാനം പകരുന്ന, സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം 80 മിനിറ്റോളം നേരമാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ മേൽനോട്ടത്തിൽ ഈ ചർച്ച പൂർത്തീകരിക്കപ്പെട്ടത്. ഇപ്പോൾ ഖത്തർ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുമായി ഇറാൻ സംഘത്തിന്റെ ചർച്ചകൾ തുടരുകയാണ്. അതിന് പിന്നാലെ അമേരിക്കൻ നേതൃത്വവുമായിട്ട് ഇതേ മധ്യസ്ഥ രാജ്യങ്ങൾ പ്രത്യേകം ചർച്ച നടത്തും. അതിന് പിന്നാലെ ഒരു പക്ഷേ വീണ്ടും ഇന്ന് രാത്രി തന്നെ ചർച്ചകൾ തുടരാനുള്ള ഒരു സാധ്യതയുണ്ട്. നാളെയും ഇറാന്റെയും അമേരിക്കയുടെയും സംഘം സ്വിറ്റ്സർലൻഡിൽ തന്നെ തുടരുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് ട്രംപ് നടത്തിയ പ്രതികരണങ്ങൾ ഇറാൻ സംഘത്തെ വലിയ തോതിൽ തന്നെ രോഷം കൊള്ളിച്ചിരുന്നു. കാരണം ഹോർമുസ് ഇനിയും അടച്ചിടുന്നു തുടരുകയാണെങ്കിൽ ഈ ചർച്ചയ്ക്കെത്തിയ മുഹമ്മദ് ബാക്കിർ കാലിബാഫ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മടങ്ങിപ്പോക്ക് പോലും ഉണ്ടാകില്ല എന്ന അർത്ഥത്തിലുള്ള കടുത്ത ഭീഷണിയാണ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് നടത്തിയത്. ഇതിലുള്ള കടുത്ത അസംതൃപ്തി, പ്രതിഷേധം മധ്യസ്ഥ രാജ്യങ്ങളെ ഇറാൻ സംഘം അറിയിച്ചു. തുടർന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് സംസാരിച്ചു. അവർ നൽകിയ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സ്വിറ്റ്സർലാൻഡിൽ ഈ ചർച്ചകളുടെ ഭാഗമായി തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ നേതൃത്വം എത്തിയതെന്ന് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ചർച്ചയോട് വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ഇറാന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് പാക് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഖത്തറും വളരെ സജീവമായി തന്നെ ഈ ചർച്ചയിൽ ഭാഗമാക്കാവുന്നുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്ന 14 ധാരണാപത്രം, അതിൽ ഊന്നിക്കൊണ്ടായിരുന്നു ഈ 80 മിനിറ്റ് നേരവും പ്രധാനമായിട്ടും ചർച്ച നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മേഖലയിൽ ഉടനീളം ഒരു യുദ്ധവിരാമം എന്നത് ഇതിന്റെ ആദ്യ വ്യവസ്ഥയായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു പശ്ചാത്തലം നിലനിൽക്കെ തന്നെയാണ് ലബനാനിൽ, ദക്ഷിണ ലബനാനിൽ പ്രധാനമായിട്ടും ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇന്നലെയും മെനയാന്നുമായിട്ട് നിരവധി പേർ കൊല്ലപ്പെട്ടു. അതിലുള്ള കടുത്ത എതിർപ്പുകളും പ്രതിഷേധവും ഇറാൻ നേതൃത്വം ഈ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചു. തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടുകൊണ്ടാണ് ഒരു വെടിനിർത്തലിന് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് ആ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ തങ്ങൾക്കെതിരെ ഏതൊരു സുരക്ഷാ ഭീഷണി ഉണ്ടാവുകയാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ദക്ഷിണ ലബനാന് നേരെ തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹിസ്ബുല്ലയും ഇതേ പ്രതികരണം തന്നെ നടത്തിയിട്ടുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഇനിയുള്ള ഒരു ആക്രമണവും പൊറുപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരം നീക്കമുണ്ടായാൽ അതിശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുല്ലയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ ഈ രണ്ട് വിഭാഗത്തെയും, ഹിസ്ബുല്ലയെയും ഇസ്രായേലിനെ കൂടി ചർച്ചയിലേക്ക് ഭാഗമാക്കാവണം എന്ന ഒരു നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ അന്തിമമായിട്ടുള്ള തീർപ്പിലെത്തിയിട്ടില്ല എന്നാണ് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഹോർമുസ് അടച്ചിട്ടത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം തങ്ങൾ ഈ മധ്യസ്ഥ രാജ്യങ്ങളെയും അമേരിക്കയും അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ ഉപാധികൾ ഒപ്പുവെച്ച കരാറിലെ ആദ്യ വ്യവസ്ഥ തന്നെ അമേരിക്ക ലംഘിച്ച ഒരു പശ്ചാത്തലത്തിലാണ് അത്തരമൊരു തീരുമാനമെടുക്കാൻ തങ്ങളെ പ്രേരിപ്പിച്ചത്. അക്കാര്യത്തിൽ ഇനി വളരെ കൃത്യമായിട്ടുള്ള ഉറപ്പ് വേണം. വെറും വാക്ക് പറഞ്ഞത് കൊണ്ടായില്ല. ലബനാന് നേരെയുള്ള ആക്രമണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കുകയാണെങ്കിൽ ഹോർമുസ് വീണ്ടും തുറക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ഇറാൻ നേതൃത്വം അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. രജ്മ, മറ്റൊരു കാര്യം കൂടി, ഈ ഹോർമുസ് അടച്ചിടുന്നത് തുടരുകയാണെങ്കിൽ ഇറാന്റെ നേതാക്കൾ മടങ്ങിപ്പോകില്ല എന്നുള്ളൊരു ഭീഷണി ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് മധ്യസ്ഥ രാജ്യങ്ങൾ ഇറാന് ഉറപ്പ് കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ആ ഉറപ്പിനെ ട്രംപ് എങ്ങനെ നോക്കിക്കാണുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ട്രംപ് ഇന്ന് നടത്തിയിരിക്കുന്നത്, കാരണം ഒരു നിർണായകമായിട്ടുള്ള ഒരു ചർച്ച ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇത്രയും പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രതികരണം ട്രംപ് നടത്തിയത് തന്നെ മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. കാരണം ഏതെങ്കിലും നിലയ്ക്ക് ഒരു സമാധാനം പുലരണം ഈ മേഖലയുടെയും ലോകത്തിന്റെയും പൊതു താല്പര്യമാണ്. അതിനുവേണ്ടി തങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അതുപോലും ആദരിക്കാത്ത വിധത്തിലുള്ള ഇത്തരം പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ, അത് ഈ ഒരു സമാധാന ചർച്ചയ്ക്ക്, സമാധാന ദൗത്യത്തിന്
രാജ്യത്തിന് വലിയ തോതിൽ തന്നെ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഖത്തറും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. കാരണം ട്രംപ് ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ സംഘം മടങ്ങിപ്പോകില്ല എന്ന് മാത്രമല്ല, കാരണം ഇനിയും ഈ ഹോർമസ് പിടിച്ചടക്കുകയാണെങ്കിൽ താൻ ആക്രമണം അതിശക്തമായിട്ട് തന്നെ ഇറാന് നേരെ തുടരും. അതുമാത്രമല്ല ഹോർമസിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്ക കൈക്കലാക്കും. അതിലെ പോകുന്ന കപ്പലുകളിൽ നിന്ന് അമേരിക്ക ഫീസ് ഈടാക്കും. മാത്രമല്ല എണ്ണയുടെ 20% ആ ഭാഗത്തു നിന്ന് അമേരിക്ക നേടിയെടുക്കും എന്നതുൾപ്പെടെ ഒട്ടും യാഥാർത്ഥ്യബോധവുമായിട്ട് ചേരാത്ത വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥിരം പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ, വീരവാദങ്ങൾ, ഇതൊക്കെയാണ് ഈ ടെലിവിഷൻ അഭിമുഖത്തിൽ ട്രംപ് നടത്തിയിരിക്കുന്നത്. അതിലുള്ള എതിർപ്പ് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇനി ഇത്തരം പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ ഒരു നിലയ്ക്കും ചർച്ചയ്ക്കോ സമാധാന നീക്കത്തിനോ ഗുണകരമാകില്ല എന്നുകൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇന്നിപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നത് തങ്ങൾക്കെതിരെയുള്ള ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ അത് അമേരിക്കയുടെയോ മറ്റു താല്പര്യങ്ങൾ തങ്ങൾ പരിഗണിക്കുകയില്ല, തങ്ങൾ അതിശക്തമായി തന്നെ ലബനാന് നേരെ നീങ്ങും എന്ന ഒരു മുന്നറിയിപ്പ് ഇസ്രായേലും നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥയും ഘടകങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ചർച്ചയിലേക്ക് ഇരു കൂട്ടരെയും കൊണ്ടുവരാൻ സാധിച്ചു. അതിന്റെ ആദ്യവട്ട ചർച്ച പൂർത്തീകരിക്കപ്പെട്ടു. പക്ഷെ അടുത്ത 2 മാസം എന്നത് വളരെ നിർണായകമായിരിക്കും. ആണവ വിഷയം ഉൾപ്പെടെയുള്ള സുപ്രധാന കാര്യങ്ങളിൽ ഈ 2 രാജ്യങ്ങൾക്കുമിടയിൽ ഒരു സമവായം തീർപ്പുണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരു അന്തിമ കരാറിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം 2015 ഇതേപോലുള്ള ഒരു ആണവ കരാർ രൂപപ്പെടുത്തുമ്പോൾ 18 മാസത്തിലധികമാണ് സമയം കൈക്കൊണ്ടത്. അതുകൊണ്ട് ഈ 2 മാസത്തിനുള്ളിൽ എത്ര കണ്ട് ഇതിലേക്ക് നീങ്ങാൻ സാധിക്കും എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒപ്പുവെച്ച ഈ 14 ധാരണാപത്രം നടപ്പാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. അത് കഴിഞ്ഞ് മാത്രമേ മറ്റു കാര്യങ്ങൾ വരുന്നുള്ളൂ. ആണവ ചർച്ചയും മറ്റും അത്തരമൊരു ഘട്ടത്തിലേ വരൂ എന്ന ഒരു പ്രഖ്യാപിത നിലപാടിലാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം ഒഴിവാക്കാൻ ഈ രാജ്യത്തിന് തങ്ങൾക്ക് ഒരിക്കലും പറ്റുകയില്ല. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ കുറേ ഘടകങ്ങൾ പ്രതികൂലം തന്നെയാണ്. ഒരു സമാധാനം പൂർണ്ണാർത്ഥത്തിൽ പുലരുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തുന്ന നീക്കങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ അതിന് നൽകുന്ന പിന്തുണ, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രതിസന്ധി പരിഹാര നീക്കത്തിലേക്ക് ഇരു രാജ്യങ്ങളെയും ഇറാനെയും അമേരിക്കയെയും ഇനിയും കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. ശരി. US ഇറാൻ പ്രശ്നത്തിൽ പരിഹാരമെത്തും വരെ കൂടെയുണ്ടാകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി. സ്വിറ്റ്സർലൻഡിലെ കൂടിക്കാഴ്ച ചരിത്രപരവും പ്രധാനപ്പെട്ടതുമാണ്. ഇത് തുടക്കം മാത്രമാണെന്നും അന്തിമ കരാറാണ് യഥാർത്ഥ ആഘോഷമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മധ്യസ്ഥതയ്ക്ക് നേതൃത്വം നൽകിയ പാകിസ്ഥാന് നന്ദി അറിയിക്കുന്നതായും ലേക്ക് ലുസൈൻ ഉച്ചകോടിയിൽ സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, സ്വിറ്റ്സർലൻഡിലെ ആദ്യഘട്ട ചർച്ച ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. സമാന്തരമായി തന്നെ ട്രംപിന്റെ ഭീഷണികളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഖത്തർ പ്രധാനമന്ത്രി നൽകുന്ന ഉറപ്പ് എന്താണ്? നജുമ, ഇറാനും US ഇടയിലെ ഈ പ്രശ്നത്തിൽ ആദ്യഘട്ടത്തിൽ തങ്ങൾ മധ്യസ്ഥതയ്ക്കില്ല എന്നുള്ളൊരു കടുത്ത നിലപാടാണ് ഖത്തർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ആ സമയത്ത് പാകിസ്ഥാനാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ പയ്യാണ് ഖത്തർ ഒരു മീഡിയേറ്റർ എന്നുള്ള ഒരു രീതിയിലേക്ക് പാകിസ്ഥാൻ്റെ കൂടെ തന്നെ ഒരു റോള് നിർവഹിച്ചത്. ഇന്ന് സ്വിറ്റ്സർലൻഡിൽ നടന്ന ഈ ലേക്ക് ലുസൈൻ ഉച്ചകോടിയിലും ഖത്തർ അതിൻ്റെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനിയാണ് ഖത്തർ സംഘത്തെ നയിച്ചുകൊണ്ട് ഈ ഒരു മധ്യസ്ഥ ചർച്ചകളിലുണ്ടായിരുന്നത്. അദ്ദേഹമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനും അതുപോലെ തന്നെ പാകിസ്ഥാൻ ആർമി ചീഫിനും ആസിഫ് മുനീറിനൊപ്പം ഈ ഒരു ചർച്ചകളിൽ സജീവമായ പങ്കാളിത്തം വഹിച്ചത്. നമുക്കറിയാം US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് അബ്ബാസ് കറാച്ചിയും അതുപോലെ തന്നെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ബാലിക്കാപ്പും ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാവരും ഉൾപ്പെട്ട ഈ ഉന്നത തല പ്രതിനിധി സംഘത്തിലാണ് ഖത്തറിൻ്റെ നേതൃത്വം, ഖത്തർ പ്രധാനമന്ത്രി ഖത്തറിൻ്റെ നേതൃത്വം വഹിച്ചത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഈ ചർച്ച തങ്ങൾ ഇടയിൽ ഉപേക്ഷിച്ച് പോകുന്നതല്ല, ഇതിനൊരു പരിഹാരം കാണുന്നത് വരെ തങ്ങൾ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് വന്ന ഒരു വീഡിയോ സന്ദേശത്തിൽ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പങ്കുവച്ചത്. അതിൽ അദ്ദേഹം പറയുന്ന
പ്രധാനപ്പെട്ട കാര്യം. ഈ യഥാർത്ഥ ആഘോഷം ഇതല്ല. ഇതുമായി ബന്ധപ്പെട്ട ആഘോഷം, യഥാർത്ഥ ആഘോഷം എന്ന് പറയുന്നതും ഈ കരാറിൻ്റെ ധാരണാപത്രത്തിൻ്റെ അന്തിമമായ ഫലമാണ് എന്നുള്ളതിന് അത് വളരെ വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഏതായാലും ഖത്തർ ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മീഡിയേറ്റർ എന്നുള്ള രീതിയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പങ്കാളിത്തമാണ് ഈ സ്വിറ്റ്സർലൻഡിലെ ഉച്ചകോടിയിൽ ഖത്തർ നിർവഹിച്ചത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കരാർ എന്ന് പറയുന്നത്. ഇതൊരു രണ്ട് മാസത്തെ ഒരു കരാർ കാലാവധിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു ടെക്നിക്കൽ കമ്മിറ്റിയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു കരാറിൻ്റെ ആദ്യഘട്ട വിജയം എന്ന് പറയാം. എന്നാൽ ഇതിൻ്റെ അന്തിമ വിജയം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏതു തരത്തിൽ മുന്നോട്ട് പോകും, അതിൽ US-ൻ്റെ നിലപാടെന്താണ്, പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതിനൊക്കെ ആശ്രയിച്ചിരിക്കും. ഏതായാലും 3 മാസത്തോളമായി തുടരുന്ന ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അറുതി വരുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതിൽ ഖത്തർ അതിൻ്റെ പ്രധാനപ്പെട്ട റോള് നിർവഹിക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട്. ഏതായാലും ഇതിൽ ഖത്തറിൻ്റെ ഒരു ഇടപെടൽ, പ്രത്യേകിച്ചും ഖത്തർ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഉറപ്പ് നൽകുമ്പോഴും മറ്റൊരു കാര്യം കൂടി അവിടെ ബാക്കിയാകുന്നുണ്ട്. ഇങ്ങനെ ചർച്ചകൾ നടക്കുമ്പോഴും സമാന്തരമായി ട്രംപിന്റെ ഭീഷണി കൂടി വരുന്നുണ്ട്. ഹോർമുസ് അടച്ചിട്ടാൽ ഇറാന്റെ നേതാക്കൾ തിരികെ പോകില്ല എന്നുള്ളത്. അപ്പോൾ ഒരു മധ്യസ്ഥ രാജ്യമായിരിക്കെ ഖത്തറിന് ഒരു ബാധ്യതയുണ്ടല്ലോ ഇതിൽ നിലപാടെടുക്കാൻ. എന്താണ് ഖത്തറിന്റെ ഒരു നിലപാട്? തീർച്ചയായിട്ടും ഖത്തറിൻ്റെ ഇതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഹോർമുസ് അടച്ചവുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടാണ്. വേറൊരു കാര്യം കൂടിയുണ്ട്. അത് ഇറാൻ്റെ വിദേശത്തുള്ള ആസ്തികൾ ഇറാന് ഇറാൻ്റെ മരവിപ്പിച്ച ഫണ്ടുകൾ തിരിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹോർമുസ് അടച്ചത് തന്നെയാണ്. ഈ ഹോർമുസ് അടച്ചത് അന്താരാഷ്ട്ര ഊർജ്ജ മേഖലയെ വളരെ ഗുരുതരമായി ബാധിച്ചതാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തതാണ്. കാരണം ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഹോർമുസ് കടലിലേക്ക് വഴിയുള്ള യാതൊരു തരത്തിലുള്ള ചരക്ക് നീക്കം നടക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ നാമമാത്രമാണ്. ഈ ഹോർമുസ് അടച്ചത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഊർജ്ജ മേഖലയെ ബാധിച്ചതുകൊണ്ട് ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ന് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ, പ്രത്യേകിച്ചും US-നെ ബോധ്യപ്പെടുത്താൻ ഖത്തറിനായിട്ടുണ്ട്. ഇതിൽ ഖത്തർ പ്രധാനമന്ത്രി നേരത്തെ തന്നെ JD വാൻസുമായിട്ട് വാഷിംഗ്ടണിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇറാൻ്റെ കൂടി പിന്തുണയോടുകൂടെ പാകിസ്ഥാൻ്റെ കൂടെ തന്നെ ചേർന്ന് US-മായി കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയും ഈ ഒരു വിഷയത്തിൽ ഖത്തർ അതിൻ്റെ ഒരു റോൾ നിർവഹിക്കുകയും ചെയ്യുന്നത്. ഏതായാലും GCC രാഷ്ട്രങ്ങളുടെ മൊത്തത്തിലുള്ള നിലപാടും ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. കാരണം ഈ ഒരു മേഖലയിൽ, ഈ പശ്ചിമേഷ്യൻ മേഖല സംഘർഷത്തിലേക്ക് പോയതിന് പിന്നാലെ ഇവിടെയുള്ള സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച്, ഇവിടെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി US-നെ ബോധ്യപ്പെടുത്താൻ ഖത്തറിനായിട്ടുണ്ട്. ഖത്തർ പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകൾ US പ്രസിഡന്റ് JD വാൻസുമായും ജെറാദ് കുഷ്ണറുമായും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫുമായൊക്കെ നടത്തിയിരുന്നു. ഈ ചർച്ചകളിലെ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ഈ അന്തിമ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഒരു ടെക്നിക്കൽ സമിതി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ്. ഏതായാലും വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് പശ്ചിമേഷ്യ, ഖത്തർ അടക്കമുള്ള, സൗദി അടക്കമുള്ള, അതുപോലെ UAE അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഫലപ്രാപ്തിയിൽ എത്തുമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസമുള്ളത്. നജ്മ, സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ഇറാൻ US ചർച്ച ആദ്യഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിനായി ഏതറ്റം വരെയും കൂടെ ഉണ്ടാകുമെന്നാണ് ഖത്തർ പ്രധാനമന്ത്രിയും ഉറപ്പ് നൽകുന്നത്. അബ്ബാസാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്കാണ്. നവി മുംബൈ വിമാനത്താവളത്തിൽ നിന്നും അബുദാബിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കുന്നു. മഹാരാഷ്ട്രയിലെ പുതിയ വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര സർവീസാണിതെന്ന് എയർ ഇന്ത്യ അധികൃതർ പറഞ്ഞു. ജൂലൈ 15 മുതൽ ആഴ്ചയിൽ 2 വിമാനങ്ങളാണ് അബുദാബിയിലേക്ക് സർവീസ് നടത്തുക. പിന്നീട് വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. ഒമാനിൽ നിന്നുള്ള യാത്രക്കാർക്കായി പ്രത്യേക അധിക ബാഗേജ് ഓഫറുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. 30 കിലോ ബാഗേജിനൊപ്പം 5 കിലോ അധികമായി കൊണ്ടുപോകുന്നതിന് 1 ഒമാനി റിയൽ അധികം നൽകിയാൽ മതിയെന്ന് കമ്പനി അറിയിച്ചു. ജൂലൈ 15 മുതൽ ഒക്ടോബർ വരെയുള്ള യാത്രക്കാർക്കാണ് ഓഫർ ലഭിക്കുക. ബുക്കിംഗ് കാലാവധി ജൂലൈ 15 വരെയാണെന്നും എയർലൈൻ അറിയിച്ചു. മത്സ്യബന്ധന ബോട്ടുകൾക്കും വിനോദ കപ്പലുകൾക്കും 24 മണിക്കൂറും സഞ്ചരിക്കാൻ കുവൈത്ത് അനുമതി നൽകി. ജൂൺ 21 മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനും കടൽ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനുമാണ് നടപടി സ്വീകരിച്ചതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി.
അംഗീകൃത കപ്പൽ പാതകൾ മാത്രം ഉപയോഗിക്കണമെന്നും നിയന്ത്രിത മേഖലകളിൽ പ്രവേശിക്കരുതെന്നും ബോട്ട് ഉടമകൾക്ക് നിർദ്ദേശം നൽകി. എല്ലാ കപ്പലുകളും ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം സജീവമാക്കി വെക്കണമെന്നും അധികൃതർ അറിയിച്ചു. കടൽ സുരക്ഷാ വിഭാഗം 24 മണിക്കൂറും നിരീക്ഷണം തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ ഭൂരിഭാഗം ഹാജിമാരും നാട്ടിലേക്ക് മടങ്ങി. ജിദ്ദ വിമാനത്താവളം വഴിയുള്ള തീർത്ഥാടകരുടെ മടക്കയാത്ര ഇന്ന് അവസാനിച്ചു. മലയാളി ഹാജിമാരിൽ പകുതിയിലധികം പേർ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഹജ്ജ് അവസാനിച്ച് 3 ആഴ്ച പിന്നിടുമ്പോൾ 93,456 ഹാജിമാർ നാട്ടിലേക്ക് മടങ്ങി. വിവിധ എംബാർക്കേഷൻ പോയിന്റുകളിലേക്ക് 320 വിമാന സർവീസുകളാണ് ഇതുവരെ നടത്തിയത്. കൊച്ചിയിലേക്കുള്ള മുഴുവൻ തീർത്ഥാടകരും നാട്ടിലേക്ക് മടങ്ങിയെത്തി. ഇന്ന് പുലർച്ചെ മദീന വിമാനത്താവളം വഴിയായിരുന്നു അവസാന വിമാനം. 20 വിമാനങ്ങളിലായി 8,000-ഓളം തീർത്ഥാടകരാണ് മടങ്ങിയത്. കണ്ണൂരിലേക്കുള്ള ആദ്യ വിമാനം ഇന്ന് ഉച്ചയോടെ പുറപ്പെട്ടു. കോഴിക്കോട്ടേക്കുള്ള മടക്കയാത്ര ഈ മാസം 23-നാണ് ആരംഭിക്കുക. മദീന സന്ദർശനത്തിനുള്ള മുഴുവൻ തീർത്ഥാടകരും മക്കയിൽ നിന്ന് യാത്രയായി. ബാക്കിയുള്ള ഹാജിമാർ മദീനയിൽ സന്ദർശനത്തിലാണ്. ഈ മാസം 30-നാണ് മുഴുവൻ ഹാജിമാരുടെയും മടക്കയാത്ര പൂർത്തിയാവുക. സാബിത് സലീം, മീഡിയ 1 മക്ക. സർക്കാർ ഭൂമിയിലെ അനധികൃത കയ്യേറ്റങ്ങൾ നീക്കാൻ കുവൈത്ത് മുനിസിപ്പാലിറ്റി 2 ആഴ്ച സമയം അനുവദിച്ചു. ജൂൺ 22 മുതൽ ജൂലൈ 6 വരെയാണ് ഗ്രേസ് പീരീഡ്. ഇതിനുശേഷം എല്ലാ ഗവർണറേറ്റുകളിലും കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാനുള്ള സമഗ്ര ക്യാമ്പയിൻ ആരംഭിക്കും. അനധികൃത നിർമ്മാണങ്ങളും കയ്യേറ്റങ്ങളും കണ്ടെത്താൻ ഫീൽഡ് പരിശോധന നടത്തുമെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു. നിശ്ചിത സമയത്തിനകം കയ്യേറ്റങ്ങൾ നീക്കാൻ ബന്ധപ്പെട്ടവർ മുൻകൈയെടുക്കണമെന്നും നിയമ നടപടികൾ ഒഴിവാക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈത്തിൽ ഇന്ന് ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ്. ചില പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാം. കാറ്റിൽ പൊടി ഉയരുന്നത് ദൃശ്യപരത കുറയ്ക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കടലിൽ 6 അടി വരെ ഉയരത്തിൽ തിരമാലയുണ്ടാകും. കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. പകൽ താരതമ്യേന ചൂടും ഈർപ്പവും ഉണ്ടാകും. തീരപ്രദേശങ്ങളിലാണ് ഇത് കൂടുതൽ അനുഭവപ്പെടുക. രാത്രിയും ചൂട് തുടരും. നേരിയ വടക്കു പടിഞ്ഞാറൻ കാറ്റ് രാത്രിയിലും വീശുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലോകത്തുടനീളമുള്ള അഭയാർത്ഥികളുടെ ക്ഷേമത്തിനായി കഴിഞ്ഞ വർഷം ഖത്തർ നൽകിയത് $45.5 ദശലക്ഷം സഹായം. സുഡാൻ, സിറിയ, ബംഗ്ലാദേശ്, നൈജീരിയ, ലബനാൻ എന്നീ രാഷ്ട്രങ്ങളിലേക്കായിരുന്നു കൂടുതൽ സഹായം. അവശ്യ സാധനങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായും ഫണ്ടുകൾ ചെലവഴിച്ചത്. ഫണ്ട് ദുരുപയോഗ കേസിൽ കുവൈത്ത് മുൻ MP സാലിഹ് അഷൂറിന് 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. അൽ തക്ലീൻ അസോസിയേഷന്റെ സംഭാവന ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തെന്നായിരുന്നു കേസ്. നേരത്തെ കുറ്റവിമുക്തരാക്കിയ വിധി അപ്പീൽ കോടതി റദ്ദാക്കിയിരുന്നു. പബ്ലിക് പ്രോസിക്യൂഷൻ നൽകിയ അപ്പീൽ പരിഗണിച്ച ശേഷമാണ് കോടതി പ്രതികളെ കുറ്റക്കാരായി കണ്ടെത്തിയത്. തുടർന്ന് സാലിഹ് അഷൂറിന് 3 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയായിരുന്നു. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഡോക്ടർ സൽമാൻ ഖലീഫ അബ്ദുള്ള അസബാഹിനെ ഇന്ത്യൻ അംബാസിഡർ പരമിത ത്രിപാഠി സന്ദർശിച്ചു. പുതിയ ചുമതല ഏറ്റെടുത്തതിന് അംബാസിഡർ അദ്ദേഹത്തിന് അഭിനന്ദനം അറിയിച്ചു. ആരോഗ്യ മേഖലയിൽ ഇന്ത്യ കുവൈത്ത് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ചർച്ച നടന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസം, ഫാർമസ്യൂട്ടിക്കൽസ്, ആരോഗ്യശേഷി വർധന തുടങ്ങിയ മേഖലകളിലെ സഹകരണ സാധ്യതകളും യോഗത്തിൽ ഇരുവരും വിലയിരുത്തി. ദുബായ് നഗരത്തിലെ 6 ഇടങ്ങളിൽ പൊതുബസ്സുകൾക്കും ടാക്സികൾക്കും മാത്രമായി പ്രത്യേക പാത നിർമ്മിക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണം 30% പിന്നിട്ടുവെന്ന് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. നൈഫ്, സത്വ, അൽ നഹദ തുടങ്ങി 6 പ്രധാന മേഖലകളിലാണ് പ്രത്യേക പാത നിർമ്മിക്കുന്നത്. പൊതുബസ്സുകളും ടാക്സികളും കൂടുതൽ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് ഉറപ്പാക്കാൻ കൂടിയാണ് പ്രത്യേക പാതകളെന്ന് RTA അറിയിച്ചു. സൗദിയിലുണ്ടായ വാഹനാപകടത്തിൽ കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ 2 പേർ മരണപ്പെട്ടു. സൗദി സ്വദേശിയാണ് മരണപ്പെട്ട ഒരാൾ. കിഴക്കൻ പ്രവിശ്യയിൽ ഇന്നലെ ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടം. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടവുമായി ബന്ധപ്പെട്ട് ജുബൈൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തിവരികയാണ്. സൗദിയിൽ ഇന്നലെ നടന്ന വാഹനാപകടത്തിലാണ് കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ 2 പേർ മരണപ്പെട്ടത്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അബു ഹദ്രിയ റോഡിലുണ്ടായ ബസ് അപകടത്തിലാണ് മലയാളിയും സൗദി സ്വദേശിയും മരിച്ചത്. മരണപ്പെട്ടത് കണ്ണൂർ ചെണ്ടയാട് കുനിയിൽ വീട്ടിൽ അഭിലാഷ് ഗോപാലക്കുറുപ്പാണ്. 33 വയസ്സായിരുന്നു. അഭിലാഷ് ഓടിച്ചിരുന്ന ബസ് നിയന്ത്രണം വിട്ട് ലാൻഡ് റോവറുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ലാൻഡ് റോവർ ഓടിച്ചിരുന്ന സൗദി പൗരനും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഈ വാഹനത്തിലുണ്ടായിരുന്ന സൗദി സ്വദേശിനിയായ സ്ത്രീക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെയും മൃതദേഹങ്ങൾ നിലവിൽ ജുബൈൽ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകടവുമായി ബന്ധപ്പെട്ട് ജുബൈൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തുന്നുണ്ട്.
പ്രവാസി വെൽഫെയർ, ജുബൈൽ, ജനസേവാ വിഭാഗത്തിന്റെ മറ്റു പ്രവാസി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ദുബായ് നഗരത്തിൽ ഈ വർഷം ചുവപ്പ് സിഗ്നൽ ലംഘിച്ചുണ്ടായ അപകടങ്ങളിൽ 4 പേർ കൊല്ലപ്പെട്ടുവെന്ന് ദുബായ് പോലീസ്. ഇത്തരം അപകടങ്ങളുടെ ദൃശ്യം കൂടി പങ്കുവച്ചാണ് പോലീസ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. സിഗ്നൽ ലംഘിച്ച ഈ വർഷം 41 അപകടങ്ങളാണ് ഉണ്ടായത്. ഇതിൽ 55 പേർക്ക് പരിക്കേറ്റുവെന്നും ദുബായ് പോലീസിന്റെ ട്രാഫിക് വിഭാഗം അറിയിച്ചു. ക്രമക്കേടുകളെ തുടർന്ന് റദ്ദാക്കപ്പെട്ട നീറ്റ് UG പുനഃപരീക്ഷ ഗൾഫിലും പൂർത്തിയായി. മസ്കത്ത് ഇന്ത്യൻ സ്കൂളിൽ സജ്ജീകരിച്ച പ്രത്യേക കേന്ദ്രത്തിലാണ് ഒമാനിലെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിശ്ചയിച്ച സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയാണ് വിദ്യാർത്ഥികളെ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചത്. ഒമാൻ സമയം ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകുന്നേരം 3:45 വരെ ഇന്ത്യൻ സ്കൂൾ മസ്കത്തിലെ B ബ്ലോക്കിലുള്ള മൾട്ടിപർപ്പസ് ഹാളിലായിരുന്നു പരീക്ഷ. ഒമാനിലെ ഏക പരീക്ഷാ കേന്ദ്രം കൂടിയാണിത്. മസ്കത്തിലെ വിദ്യാർത്ഥികൾ സമ്മിശ്ര പ്രതികരണമാണ് പങ്കുവച്ചത്. മുൻ പരീക്ഷയെ അപേക്ഷിച്ച് ചോദ്യങ്ങളുടെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെട്ടതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾ മുൻ പരീക്ഷയേക്കാൾ കഠിനമായിരുന്നുവെന്ന് ഭൂരിഭാഗം വിദ്യാർത്ഥികളും പറയുന്നു. ബയോളജി താരതമ്യേന എളുപ്പമായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ കൂട്ടിച്ചേർത്തു. First examination, this was very tough. So bio at first I thought questions were easy. But then chemistry, when I moved to chemistry was tough than the first exam in May. Whereas physics was completely very tough. I think it was tougher than 2025 also. Compared to last time, this time it was pretty hard. Physics was hard compared to last time. Comparatively, I guess last NEET exam was easier than re-NEET. It was very tough compared to last time. Chemistry and bio were very easy. 12 syllabus percentage was higher compared to the 11 percentage. And chemistry and physics were moderate or difficult, we can say. Physics was very difficult this time. ഈ പ്രാവശ്യത്തെ നീറ്റ് കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി ബെറ്റർ ആയിരുന്നു. സബ്ജക്ട്സ് ഒക്കെ നല്ല എഴുതാനൊക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല അറ്റൻഡ് ഒക്കെ ചെയ്യാനൊക്കെ പറ്റി. മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് വാച്ചുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സ്വന്തം പേനയോ മറ്റ് സ്റ്റേഷനറി സാധനങ്ങളോ ലോഹ ആഭരണങ്ങൾ എന്നിവയ്ക്കൊന്നും പരീക്ഷാ ഹാളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. മുൻ വർഷങ്ങളിലെ 150 മിനിറ്റിന് പകരം 195 മിനിറ്റ് പരീക്ഷാ സമയം അനുവദിച്ചിരുന്നു. നന്നായിട്ട് നല്ല രീതിയിൽ എഴുതിയ പിള്ളേർക്ക് മാനസികമായിട്ട് ഒത്തിരി പ്രയാസം ഉളവാക്കുന്ന ഒരു സംഭവമാണ് ഈ നീറ്റിൻ്റെ എക്സാമിൽ കൂടി വന്നിരിക്കുന്നത്. നീറ്റിൻ്റെ എക്സാം തൊട്ട് CBC ഫുൾ ഫെയിലായിപ്പോയി എല്ലാം. അതുപോലെ തന്നെ നീറ്റിൻ്റെ എക്സാം വന്നു. നീറ്റിൻ്റെ എക്സാം ഇത് ഫുൾ ഫെയിലായിപ്പോയി. ആകെ ഇനി എങ്ങനെ പിള്ളേരുടെ കരിയർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല പിള്ളേരുടെ കാര്യങ്ങൾ. അതേസമയം മെയ് 3 നടന്ന പരീക്ഷയെ അപേക്ഷിച്ച് പുനഃപരീക്ഷയിൽ മസ്കത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. നാട്ടിലെ സെന്റർ തെരഞ്ഞെടുക്കുന്നതിനും NTA അവസരമൊരുക്കിയതിനാൽ പലരും ഇത് ഉപയോഗപ്പെടുത്തിയിരുന്നു. മീഡിയ 1, മസ്കത്ത്. സൗദിയിൽ മീഡിയ 1 ഒരുക്കുന്ന മെഹ്കി രാത്ത് നാളെ റിയാദിൽ അരങ്ങേറും. മലയാളികളുടെ ഇഷ്ടപാട്ടുകാരായ ധനാറാസിക്കും ദുരാറാസിക്കും മ്യൂസിക്കൽ നൈറ്റിൽ പാട്ടുകളുമായി എത്തും. മുറബ ലുലു മോളിൽ അരങ്ങേറുന്ന മ്യൂസിക്കൽ നൈറ്റിലേക്ക് പ്രവേശനം സൗജന്യമാണ്. ദമാം, ജിദ്ദ എന്നിവിടങ്ങളിലെ വിജയങ്ങൾക്ക് ശേഷമാണ് മെഹ്കി രാത്ത് റിയാദിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദമ്മാമിലും ജിദ്ദയിലും മെഹ്കി രാത്ത് അരങ്ങേറിയിരുന്നു. ജനകീയമായിരുന്നു രണ്ടിടങ്ങളിലെയും പരിപാടി. നാളെ റിയാദിലെ മുറബ ലുലുവാണ് മെഹ്കി രാത്തിന് വേദിയൊരുക്കുന്നത്. മലയാളികളുടെ ഇഷ്ടപാട്ടുകാരായ ധാനാറാസിക്കും ദുറാറാസിക്കും മ്യൂസിക്കൽ നൈറ്റിൽ പാട്ടുകളുമായി എത്തും. വൈകിട്ട് 8:30 മുതൽ ആരംഭിക്കുന്ന പരിപാടിയിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ലൈവായി ആസ്വദിക്കാം. കുടുംബത്തോടെ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനിച്ചിട്ടുണ്ട്. പ്രവേശനം സൗജന്യവും. മീഡിയ 1, റിയാദ്. ഇന്ത്യൻ മാമ്പഴങ്ങളുടെ മധുരത്താൽ നിറഞ്ഞു നിൽക്കുകയാണിപ്പോൾ ദോഹയിലെ സൂഖ് വാക്കിഫ്. മാമ്പഴങ്ങളുടെ രുചി ആസ്വദിക്കാൻ ഇന്ത്യക്കാർ മാത്രമല്ല അറബികളടക്കം നിരവധി വിദേശികളും സൂക്കിൽ ഈ ഫെസ്റ്റിവലിലെത്തുന്നുണ്ട്. ഫെസ്റ്റിവൽ ജൂൺ 27 വരെ നീണ്ടു നിൽക്കും. ദോഹയിൽ നിന്നും അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മാംഗോ കുൽഫി അടിപൊളി. ഇവിടെ വരുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. എപ്പോഴും കാത്തിരുന്ന ഒരു കാര്യമാണിത്. പച്ചമാങ്ങ ചെറുതായി അരിഞ്ഞ് കുറച്ച് മുളക് പൊടിയും ഒരിത്തിരി ഉപ്പും ചേർത്ത് കുഴച്ച് മറിച്ച് വായിൽ വെക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ, ആഹാ! അതാണ് ദോഹ സൂഖ് വാക്കിഫിലെ മാംഗോ ഫെസ്റ്റിവലിൻ്റെ ഒരിത്. മാങ്ങ ഉപ്പിലിട്ടത്, മുളകും ഉപ്പും ചേർത്ത് വരട്ടിയത്, മാംഗോ ഐസ്ക്രീം, മാംഗോ സമൂസ, അങ്ങനെ
നാട്ടിൽ നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടുന്ന മാങ്ങ മാത്രമാണല്ലോ കഴിക്കുക. ഇവിടെ വരുമ്പോഴാണ് മാങ്ങനെ കൊണ്ട് ഇത്രയും വൈഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാകുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് മാംഗോസും ഒരുപാട് വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാംഗോനെ ആയിട്ടുള്ള എല്ലാവരും വന്ന് എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഇവിടെ വന്ന് എന്തായാലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. അധികം കാത്തിരുന്നു, കാരണം അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നാട്ടിലുള്ള മാങ്ങകളെല്ലാം മിസ്സാകുമല്ലോ. മുമ്പ് കാണാത്ത പല ഐറ്റംസ് ഇവിടുന്ന് ടേസ്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. ഇന്ത്യയിൽ കിട്ടുന്ന ഒട്ടുമിക്ക കിഡിലൻ മാമ്പഴങ്ങളും മേളയിൽ നിരന്ന് നിൽക്കുന്നുണ്ട്. നല്ല ആൾക്കൂട്ടവും പൊടി പൊടിക്കുന്ന കച്ചവടവും 35 സ്റ്റാളുകളിലായി പടർന്നു കിടക്കുകയാണ് സൂക്കിലെ ഈ മാമ്പഴമേള. ഇതെന്തു പരിപാടിയാണ് എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു ചിലർ. വെറൈറ്റി പറഞ്ഞ വെറൈറ്റി മാങ്ങകളാണ് കിട്ടുന്നത്. ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ കിട്ടാൻ പോണത്. അപ്പോൾ നമ്മുടെ ഇതെന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത്രയ്ക്കും ഹാപ്പിയാണ് നമ്മൾ. ചിലർക്കിത് മധുരവും ചവർപ്പും നിറഞ്ഞ കുട്ടിക്കാലത്തെ ഗൃഹാതുരതയിലേക്കുള്ള മടക്കം. അതെ, നാട്ടിലെ മാമ്പഴ ഫീലിംഗ് ആണ്. അതായത് മഴക്കാലത്തല്ല മാങ്ങ ഉണ്ടാവാറ്, അതേ ഒരു വൈബ് ഇവിടെ. ഇപ്പോൾ ഇവിടെ ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ പാനിപ്പൂരി, അവിൽ മിൽക്ക് എല്ലാം അല്ലേ, അതെല്ലാം ഇപ്പോൾ വന്ന ട്രെൻഡാ. നമുക്ക് ചെറുപ്പം മുതലേന്ന് പറയുന്നത് നാട്ടിലത്തെ ഓർമ്മ എന്ന് പറയുന്നത് മാങ്ങ ഉപ്പ് മുളകിട്ട് വയ്ക്കുന്നില്ല. അപ്പോൾ ഇത് അടിപൊളി. നമ്മൾ അതുകൊണ്ടാണ് ഇത് തന്നെ വാങ്ങിച്ചത്. ഇന്ത്യക്കാരുടെ ഉത്സവത്തിൽ വിദേശികൾക്ക് എന്ത് കാര്യമെന്ന സംശയത്തിന് ജർമ്മൻ സായിപ്പ് നൽകിയ മറുപടി കിഡിലനായി. I think every festival has its own culture and its own roots, and it's all about growing fruits and dates and whatever. So you can also learn about the fruits that are selling, but also the way it's cultured. So it's interesting to see the different origins. കൊള്ളാലോ അതേതായിട്ടും. ഇത് കേസർ മാങ്ങയാണ്. ഇത് നോർത്ത് സൈഡിൽ നിന്നുള്ള മാങ്ങയാണ്. വളരെയധികം മധുരമുള്ള മാങ്ങയാണ്. പ്രിയമുള്ള ഏറ്റവും അധികമുള്ള മാങ്ങയാണ്. അതേപോലത്തെ ഏകദേശം 10-30 തരം മാങ്ങ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരുപാട് തരം. അതായത് കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്, കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. ഒരു വർഷം കൂടി തരും. ഗുജറാത്തിൽ നിന്ന് മാങ്ങ. ഒറിജിൻ ഗുജറാത്താണ്. ഇങ്ങനെ 50-ലധികം മാങ്ങകളാണ്, വെറൈറ്റി ഓഫ് മാംഗോസ് ആണ് സുക്കു അഖിഫിൽ നടക്കുന്ന ഈ ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവലിലുള്ളത്. ദോഹയിൽ നിന്ന് അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ വൺ. കേരള ബജറ്റ് പ്രവാസികളെ അവഗണിച്ചെന്ന് IMCC. കുവൈത്ത് പ്രവാസികൾക്കായി പ്രതീക്ഷയോടെ കാത്തിരുന്ന ബജറ്റിൽ ക്ഷേമ പദ്ധതികളൊന്നും ഇല്ലെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. മുൻ സർക്കാരുകൾ പ്രവാസി ക്ഷേമത്തിന് കോടികൾ വകയിരുത്തിയിരുന്നു. ഇത്തവണ ഫണ്ടോ പദ്ധതികളോ പ്രഖ്യാപിച്ചില്ല. പ്രവാസി പെൻഷൻ പദ്ധതിക്ക് കൂടുതൽ തുക വകയിരുത്തണമെന്ന് IMCC നേതാക്കൾ ആവശ്യപ്പെട്ടു. കേരള ബജറ്റ് സാധാരണ ജനങ്ങളെയും പ്രവാസികളെയും അവഗണിച്ചെന്ന് കലാ കുവൈത്ത് ആരോപിച്ചു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും നേരിടുന്നവർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികളില്ലെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയിട്ടും പരിഹാരം നിർദ്ദേശിച്ചിട്ടില്ലെന്ന് കല ചൂണ്ടിക്കാട്ടി. പെൻഷൻ വിതരണം ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന് കലാ കുവൈത്ത് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കുഴഞ്ഞു വീഴുന്നവർക്ക് കുവൈത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിച്ചു. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ സാൽമിയ ബോളിവാർഡ് പാർക്കിൽ നടന്ന യോഗ സംഗമത്തിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ഒമാനിലെ ഇന്ത്യൻ എംബസിയിലും വിപുലമായ പരിപാടികളോടെ യോഗാ ദിനം ആചരിച്ചു. 100 കണക്കിന് പേരാണ് എംബസി അങ്കണത്തിൽ നടന്ന പരിപാടിയുടെ ഭാഗമായത്. ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ പ്രശാന്ത് പിസെ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന് അയച്ച പ്രത്യേക സന്ദേശം അംബാസിഡർ ചടങ്ങിൽ വായിച്ചു. യോഗാ സംഘടനകൾ, യോഗ ഒമാൻ ഫെഡറേഷൻ അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പരിപാടിയുടെ ഭാഗമായി. പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണം ക്രിയാത്മകമായി ഉപയോഗിക്കുന്നതിനുള്ള പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ബജറ്റിലെ മികച്ച തീരുമാനമാണെന്ന് ഒമാനിലെ സാമ്പത്തിക വിദഗ്ധർ R. മധുസൂദനൻ പറഞ്ഞു. എന്നാൽ കാലോചിതമായി പ്രവാസി പെൻഷൻ പരിഷ്കരണമോ തിരിച്ചുവരുന്ന പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികളിലോ ബജറ്റിൽ കാര്യമായ പ്രഖ്യാപനം ഒന്നും ഉണ്ടായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രവാസി പെൻഷൻ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ഇത് കാലോചിതമായി പരിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി പെൻഷൻ പരിഷ്കരിച്ചത് 2022-ലാണ്. ഇപ്പോൾ പ്രവാസികളുടെ കിട്ടുന്ന മിനിമം പെൻഷൻ എന്ന് പറയുന്നത് 3500 രൂപയാണ്. എന്നാൽ സർക്കാരിന് അധിക ബാധ്യത ഉണ്ടാകാതെ തന്നെ ഈ പെൻഷൻ 5000 അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ പെൻഷൻ കൊടുക്കാവുന്ന ചില പദ്ധതികൾ സർക്കാരിൻ്റെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അടുത്ത വർഷം ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും ഇത്തരം നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുമെന്നാണ്
ഞാൻ വിശ്വസിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധാരാളം പ്രവാസികൾ ജോലി നഷ്ടപ്പെട്ടു അല്ലാതെയും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അവരെ പുനരധിവസിപ്പിക്കാനെ കൊണ്ടുള്ള കാര്യമായിട്ടുള്ള ഒരു പദ്ധതികളൊന്നും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതായിട്ട് കണ്ടില്ല. പ്രവാസികൾ വർഷങ്ങളായിട്ട് ധാരാളം തുക നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. സാധാരണയായി ഈ അയക്കുന്ന തുകയെല്ലാം തന്നെ കൺസംഷൻ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ക്രിയേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല. അതിനുവേണ്ടി സർക്കാർ ഒരു പ്രവാസി ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫണ്ട് രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാസികൾ അയക്കുന്ന പൈസ അവരുടെ ഉപഭോഗത്തിനും ഒപ്പം തന്നെ സംരംഭത്തിൽ. കലാകുവൈത്ത് അബു ഖലീഫ മേഖലാ കമ്മിറ്റി മെട്രോ മെഡിക്കൽ കെയറുമായി ചേർന്ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് കലാകുവൈത്ത് പ്രസിഡന്റ് അൻസാരി കടക്കൽ ഉദ്ഘാടനം ചെയ്തു. സുധീർ കുമാർ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. മെട്രോ കെയർ മാർക്കറ്റിംഗ് മാനേജർ ബഷീർ ബാത്ത, ദേവദാസ് സെൽവരാജ് എന്നിവർ ആശംസകൾ അറിയിച്ചു. 300-ലേറെ പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഷിജിൻ, സൂരജ്, നന്ദിയും എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോകകപ്പിൽ സ്പെയിനിന് ജയം. സൗദിയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തകർത്തു. സ്പെയിനിനായി ഒയർ സബാൻ ഇരട്ട ഗോൾ നേടി. തോൽവിയോടെ സൗദിക്ക് അടുത്ത മത്സരം നിർണായകമായി. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഹരി ഗോവിന്ദ് ചേരുന്നു. ഹരി, എങ്ങനെ വിലയിരുത്താം കളിയെ? നജ്മ, തീർച്ചയായും സ്പെയിനിന്റെ ഒരു ആധികാരിക ജയമെന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ കേബോ വെർദെക്കെതിരെ ഒരു സമനില വഴങ്ങിയതിന്റെ ക്ഷീണത്തിലാണ് സ്പെയിൻ ഈ മത്സരത്തിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ സ്പെയിനിന് നിർണായകമായിരുന്നു. അത് കൃത്യമായി തന്നെ ലാഫുവന്റെ വ്യക്തമാക്കുന്നതായിരുന്നു സ്പെയിനിന്റെ ലൈനപ്പ് എന്ന് പറയുന്നത്. ആദ്യ 11-ൽ 4 മാറ്റങ്ങളുമായാണ് സ്പെയിൻ ഇറങ്ങുന്നത്. പ്രതിരോധത്തിലും മധ്യനിരയിലും മുന്നേറ്റത്തിലും കൃത്യമായ മാറ്റങ്ങൾ ലാഫുവന്റെ കൊണ്ടുവരുന്നു. പ്രതിരോധത്തിൽ പെഡ്രോ പോറോയെ അദ്ദേഹം ഇറക്കുന്നത് നമ്മൾ കണ്ടു. ഫാബിയൻ റോയിസിന് പകരം ഡാനി ഓൾമോ എത്തി. ഒപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം ലെമിൻ യമാൽ കളിക്കളത്തിലേക്ക് ആദ്യ 11-ൽ തന്നെ എത്തിയെന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ അലക്സ് ബയനെയും ഇന്ന് ആദ്യ 11-ൽ ഇടം പിടിച്ചു. ആ ഒരു മാറ്റം തന്നെ സൂചിപ്പിക്കുന്നതായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ എന്താണ് സ്പെയിനിന്റെ ലക്ഷ്യമെന്നുള്ളത്. തുടക്കം മുതൽ തന്നെ ആക്രമണ ഫുട്ബോളാണ് സ്പെയിൻ കളിച്ചത്. അതിന്റെ ഒരു ഫലം എന്നോളം 10-ാം മിനിറ്റിൽ തന്നെ ലെമിൻ യമാലിലൂടെ സ്പെയിൻ മുന്നിലെത്തുന്നത് നമ്മൾ കണ്ടു. പിന്നീട് അങ്ങോട്ട് തുടരെയുള്ള ആക്രമണങ്ങളാണ് നമ്മൾ കണ്ടത്. പിന്നീട് സൗദിയുടെ ഗോൾ കീപ്പർക്ക് പിടിപ്പത് പണിയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അലോവേസ് ഒരുപാട് ശ്രമങ്ങൾ തടുത്തിടാൻ ശ്രമിച്ചു. 23 ഷോട്ടുകളാണ് ഇന്ന് സ്പെയിൻ സൗദിയുടെ പോസ്റ്റിലേക്ക് ഉതിർത്തത്. 9 ഷോട്ടുകൾ ടാർഗറ്റിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ 23 ഷോട്ടുകൾ പോസ്റ്റിലേക്ക് ഉതിർക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്പെയിനിന്റെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ന് സൗദിയുടെ ഗോൾ വല നിറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് ഘട്ടം കടന്ന് റൗണ്ട് ഓഫ് 32-ലേക്ക് പോകണമെങ്കിൽ സ്പെയിൻ ഈ മത്സരത്തിൽ ജയം അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ഒരു പ്രകടനം സ്പെയിൻ താരങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം എന്ന് പറയുന്നത് ഒയർ സബാലിന്റെയാണ്. അദ്ദേഹം ഇരട്ട ഗോളുകൾ നേടി. 21-ാം മിനിറ്റിലും 24-ാം മിനിറ്റിലുമാണ് അദ്ദേഹത്തിന്റെ ഗോൾ പിറക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം 25 മിനിറ്റിൽ ടച്ച് പോലും എടുക്കാൻ കഴിയാതെ വലിഞ്ഞിരുന്ന താരമാണ് ഒയർ സബാൽ. പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹം 25 മിനിറ്റിനുള്ളിൽ 2 ഗോളുകൾ നേടുകയും ആ ആദ്യ ഗോളിന് വഴിയൊരുക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ പ്രതിരോധത്തിൽ നിന്ന് തുടങ്ങിയ ആ ഒരു മാറ്റം മുന്നേറ്റത്തിലും കൊണ്ടുവരുന്നു. അങ്ങനെ മുന്നേറ്റത്തിന് മൂർച്ചയില്ല എന്നുള്ള പഴി ലാഫുവിന്റെ കഴിഞ്ഞ മത്സരത്തിൽ കേട്ടിരുന്നു. ഈ മത്സരത്തിൽ ആ പ്രതിരോധത്തിനും അതുപോലെ തന്നെ മുന്നേറ്റത്തിനും ഒക്കെ മൂർച്ച കൂട്ടി തന്നെ ഇറങ്ങിയ ലാഫുവിന്റെ കൃത്യമായ ജയം, ആധികാരികമായ ജയം 4 ഗോളിൽ നേടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അടുത്ത മത്സരം ഇനി സൗദിക്ക് വളരെ നിർണായകമാകും. അവരുടെ എതിരാളികൾ കേബോ വെർദെയാണ്. അവർക്ക് ഈ മത്സരം തോറ്റതോടുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് ഘട്ടം കടന്ന് റൗണ്ട് ഓഫ് 32-ലേക്ക് പോകണമെങ്കിൽ അവർക്ക് അടുത്ത മത്സരത്തിൽ ജയം അനിവാര്യമാണ്. ഉറുഗ്വേയെ സമനിലയിൽ തളച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് സൗദി എത്തിയത്. പക്ഷേ സ്പെയിനിന് മുന്നിൽ അവർക്ക് കാലിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നജ്മ, ശരി, 3 ദിവസങ്ങളിലായി സൗദിയിൽ അരങ്ങേറിയ സ്റ്റാർ ഷെഫ് ജിദ്ദയിൽ സമാപിച്ചു. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ഫാത്തിമ ഷക്കീലയെ സ്റ്റാർ ഷെഫായി തെരഞ്ഞെടുത്തു. മ്യൂസിക്കൽ നൈറ്റ് അടക്കമുള്ള വ്യത്യസ്ത എന്റർടൈൻമെന്റ് പരിപാടികൾക്ക് ജിദ്ദയിൽ മികച്ച സ്വീകരണമാണ് ലഭിച്ചത്. വാശിയേറിയതായിരുന്നു ജിദ്ദയിലെ സ്റ്റാർ ഷെഫ് മത്സരങ്ങൾ. 5 ഇനം മത്സരങ്ങളാണ് സ്റ്റാർ ഷെഫിന്റെ ഭാഗമായത്. മികച്ച പാചകക്കാരിയായി തെരഞ്ഞെടുത്തത് ഫാത്തിമ ഷക്കീലയെയാണ്. മീഡിയ വണ്ണിന്റെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിൽ വിൻ ചെയ്യാൻ പറ്റിയാലും അതിലും വലിയ സന്തോഷം. പിന്നെ ഞാൻ ഷെഫ് പിള്ളന്റെ ഭയങ്കര ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ഡിഷുകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് തന്നെ സാറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇങ്ങനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. കുട്ടികൾക്കായുള്ള ജൂനിയർ ഷെഫിൽ നഷ്വ അനൂം വിജയിയായി. ലിറ്റിൽ പിക്കാസോയിൽ യാഷിക, ഫാത്തിമ ഹയ എന്നിവർ ഒന്നാമതെത്തി. അപ്പോൾ വന്നത് മുതലായി. മീഡിയ വൺ ഒരുപാട് എൻജോയ് ചെയ്തു. ഇനിയും നിങ്ങളെ പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യണു. നല്ല പ്രോഗ്രാമായിരുന്നു. മാഷാ. സ്റ്റാർ ഷെഫിന്റെ പരിപാടി ഉഷാറേനി. പ്രത്യേകിച്ച് ഫുഡ് പൊറോട്ട കോമ്പറ്റീഷന് അത് അടിപൊളിയാണ്. പിന്നെ ദാനന്റെ പാട്ട് പറയണ്ടല്ലോ, അടിപൊളി. ഗായകരായ ദാനയും ദുറയും മ്യൂസിക്കൽ നൈറ്റിൽ തകർത്തതോടെ സ്റ്റാർ ഷെഫ് ജിദ്ദയിൽ ആഘോഷരാവായി മാറി.
മികച്ച തീറ്റക്കാരനെ കണ്ടെത്തുന്ന മത്സരത്തിൽ സാജിദ് പട്ടിക്കാട് മിന്നും വിജയം നേടി. ഷെഫ് പിള്ള, കല്ലു, ഫജീദ എന്നിവരും സ്റ്റാർ ഷെഫിൽ അതിഥികളായെത്തി. മീഡിയ 1 ജിദ്ദ. പ്രവാസി മലയാളികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കുവൈത്ത് KMCC മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. മുഖ്യമന്ത്രി VD സതീശന് പുറമെ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ, മോൻസ് ജോസഫ് എന്നിവരെയും സംഘം കണ്ടു. വിദേശത്ത് CBSE പഠനം പൂർത്തിയാക്കിയവർക്ക് ഉന്നത വിദ്യാഭ്യാസ പ്രവേശനത്തിൽ മുൻഗണന നൽകണമെന്നും ജനന സർട്ടിഫിക്കറ്റ് നടപടികൾ ലളിതമാക്കണമെന്നും KMCC ആവശ്യപ്പെട്ടു. നോർക്ക ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കാനും ഗുരുതരാവസ്ഥയിലുള്ള പ്രവാസികൾക്ക് യാത്രാ സഹായം നൽകണമെന്നും സംഘം ആവശ്യപ്പെട്ടു. ഒമാനിലെ G ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ സിൽവർ വിഭാഗമായ ഫെദ സിൽവറിന്റെ ലോഞ്ച് മസ്കത്തിലെ മബേലയിൽ നടന്നു. ബിലാദ് മോളിലെ G ഗോൾഡ് ബ്രാഞ്ചിൽ നടന്ന ലോഞ്ച് ഒമാനി ആക്ടർ ഡോക്ടർ താലിബ് അൽ ബലൂഷി നിർവഹിച്ചു. 925 സിൽവറിന്റെ ഇറ്റാലിയൻ, ടർക്കിഷ് മോഡലുകളുടെ വിപുലമായ ശേഖരം G ഗോൾഡിന്റെ ഒമാനിലെ എല്ലാ ബ്രാഞ്ചുകളിലും ഒരുക്കിയിട്ടുണ്ട്. 25 വർഷമായി ഇന്ത്യയിലും UAE-ലും ഒമാനിലുമായി പ്രവർത്തിക്കുന്ന മുൻനിര ബ്രാൻഡായ G ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഫെദ സിൽവർ വിഭാഗമാണ് ഉപഭോക്താക്കൾക്കായി സമർപ്പിച്ചത്. മബേലയിലെ ബിലാദ് മാളിൽ നടന്ന ചടങ്ങ് ഒമാനി അഭിനേതാവും ആടുജീവിതം ഫെയിമുമായ താലിബ് അൽ ബലൂഷി ഉദ്ഘാടനം ചെയ്തു. Thank you very much G Gold for this inviting. I'm so happy to be here and especially in Mabela. Mabela is, we call it Mabela City, and I hope inshallah all your life will be as a gold and silver. ലോഞ്ചോടനുബന്ധിച്ച് സിൽവർ ആഭരണങ്ങൾക്ക് 25%, ഡയമണ്ട്സിന് 65% നിരക്കിളവുണ്ട്. കൂടാതെ പണിക്കൂലി 1.9% മുതലാണ് തുടങ്ങുന്നതെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. G ഗോൾഡിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നടക്കുന്ന ഗസ് ആൻഡ് വിൻ മത്സരത്തിലൂടെ വിജയിക്കുന്ന ഒരാൾക്ക് ഒരു വെള്ളി ആഭരണ സെറ്റ് സമ്മാനമായി ലഭിക്കും. ഒമാനിലെ എല്ലാ ബ്രാഞ്ചുകളിലും ഫെദ സിൽവർ സെക്ഷൻ ഒരുക്കിയിട്ടുണ്ടെന്നും ജനറൽ മാനേജർ ഷബീർ TV പറഞ്ഞു. നമ്മുടെ ഒരു പ്രത്യേകതരം സിൽവർ കളക്ഷൻസുകളാണ്. ഇമ്പോർട്ട് ചെയ്ത തുർക്കി അതുപോലെ തന്നെ ഇറ്റാലിയൻ കളക്ഷൻസിൻ്റെ ഒരു വ്യത്യസ്തമായ സിൽവർ ഡിസൈൻസുകളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് ഗോൾഡ് വെച്ച് നോക്കുമ്പോൾ ഡയമണ്ടിനെ വെല്ലുന്ന ഐറ്റംസുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോഞ്ചിന്റെ ഭാഗമായി കുട്ടികൾക്കായി ഫാഷൻ ഷോയും സംഘടിപ്പിച്ചിരുന്നു. 2 കാറ്റഗറിയിലായി നടന്ന മത്സരത്തിൽ ഇസ്ര ബിൻ തനീഷ്, സോഫിയ അൽ ബലൂഷി എന്നിവർ വിജയികളായി. മീഡിയ 1 മസ്കത്ത്. ദീർഘകാലമായി ഖത്തർ പ്രവാസിയായ പൊന്നാനി സ്വദേശി ശ്രീനിവാസൻ മാമ്പ്ര ദോഹയിൽ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. സ്വകാര്യ കമ്പനിയിൽ സെയിൽസ് സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു. ശൈലയാണ് ഭാര്യ. രുദ്രൻ, ഭദ്ര എന്നിവർ മക്കളാണ്. ജിദ്ദയിൽ അക്ഷരം വായനാവേദി വായന, എഴുത്ത്, സോഷ്യൽ മീഡിയ എന്ന തലക്കെട്ടിൽ ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു. സർഗാത്മക പ്രവർത്തനങ്ങൾ സാമൂഹ്യ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തണമെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. എഴുത്തുകാരൻ മുസാഫിർ, റജിയ വീരാൻ, KT അബൂബക്കർ, സലാഹ് കാരാട് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുഭവങ്ങൾ പങ്കുവച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് പാനൽ ചർച്ച സംഘടിപ്പിച്ച തനിമ മസ്കത്തും അൽബാജ് ബുക്സും റൂവീസ് സബ്സിഡിയിലുള്ള അൽബാജ് ബുക്സിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കുട്ടികൾക്കായി സംഘടിപ്പിച്ച കളറിംഗ് മത്സരത്തിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു.